Hi dears, welcome back to Mayflower. Today we are discussing the poem When It Rains in Dharmashala by Tenzin Zunde. Here, the poem explains the Tibetans, refugees and their experiences in exile and their longing for their freedom of the country. ഇവിടെ ടെൻസിൻ ജുൻഡെ എഴുതിയ വെൻ ഇറ്റ് റെയിൻസ് ഇൻ ധർമ്മശാല എന്ന ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കവിതയിൽ നമ്മളുടെ പോയറ്റ് ഒരു റെഫ്യൂജി ആയിരുന്നു, ടിബറ്റൻ റെഫ്യൂജിയാണ്, അഭയാർത്ഥിയാണ്, ടിബറ്റൻ അഭയാർത്ഥിയാണ്. അദ്ദേഹം തൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ദ പോം ഇസ് സെറ്റ് ഇൻ ധർമ്മശാല, ഇന്ത്യ, where many Tibetan refugees, including the poet's family, sought refuge after the Chinese occupation of Tibet. ചൈന ടിബറ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം, അതായത് ചൈനയുടെ അധീനതയിൽ ടിബറ്റ് വന്നതിന് ശേഷം കുറേ ടിബറ്റൻ ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു. അവർ ധർമ്മശാലയിലാണ് എത്തിച്ചേർന്നത്. അവിടെ കുടിയേറിയ അവർക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളാണ് ഈ കവിതയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. And the central theme of the poem is the poet's longing for the freedom of his motherland Tibet and the hardships of exile. ഇതിനകത്തെ പ്രധാനപ്പെട്ട തീംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. തങ്ങളുടെ മാതൃരാജ്യമായ ടിബറ്റിന്റെ സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ അവർ അഭയാർത്ഥിയായി വന്ന സമയത്ത് നേരിട്ട കഷ്ടപ്പാടുകൾ, ഇതൊക്കെയാണ് ഈ കവിതയിൽ വെളിപ്പെടുത്തുന്നത്. In the poem, rain is the imagery of extreme hardness and cruelty. ഇതിൽ ചോദിക്കാവുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണ് the images used in the poem. അതിൽ മെയിൻ ഇമേജ് ആണ് അല്ലെങ്കിൽ ഇമേജറി ആണ് റെയിൻ. ഈ റെയിൻ കാണിക്കുന്നത് എക്സ്ട്രീം ഹാർഡ്നെസ് ആൻഡ് ക്രൂവൽറ്റി, ക്രൂരതയുടെ പ്രതീകമായിട്ട്. നമുക്ക് അറിയാം, സാധാരണ മഴ എന്നത് റൊമാൻറ്റിക് മൂഡ്, അതിന്റെ ഒരു പ്രതീകമാണ്. മോസ്റ്റ് ഓഫൻ റെയിൻ ഇസ് ദി സിംബൽ ഓഫ് റൊമാൻറ്റിക് മൂഡ് ഓർ ഗുഡ് ഫോർ പീപ്പിൾ ഫോർ കൾട്ടിവേഷൻ. കൃഷിക്ക് അനുയോജ്യമായത് അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സിംബലായിട്ടാണ് നമ്മൾ മഴയെ കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ കവി ക്രൂരമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. The poet here uses rain as coming with boxing blouses. കവി ഉപയോഗിക്കുന്ന ടേമാണ് the rain is coming with boxing blouses. ബോക്സിംഗ് ബ്ലൗസ് ഉപയോഗിച്ച് ഒരു ഗുസ്തിക്കാരനെ പോലെയാണ് റെയിൻ വരുന്നത്. And they came crushing down the tent sheet. നമ്മൾ പറഞ്ഞു അവരുടെ ടെന്റ് ഷീറ്റിലാണ്, അങ്ങനെയുള്ള ഒരു ടെന്റിലാണ്, ടിൻ ഷീറ്റ് ഉള്ള ഒരു ടെന്റിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു മേൽക്കൂര, ആ ഷീറ്റിന്റെ മേൽക്കൂരയിൽ മഴവെള്ളം വീഴുമ്പോൾ നമുക്കറിയാം കല്ലിട്ട പോലെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒച്ചയിലാണ് മഴ വരുന്നത്. ആൻഡ് അണ്ടർ ഇറ്റ്സ് tin roof his room cries from inside and the rain wets his bed and his papers. അങ്ങനെ അലറി വരുന്ന മഴ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ നനയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മഴ അദ്ദേഹത്തിന്റെ കിടക്ക പോലും നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ ആ മഴ വരുന്ന സമയത്ത് മുറി ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ടിൻ റൂഫുള്ള ആ റൂം ശരിക്കും കരയുകയാണ്, ക്രൈം ഇൻസൈഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് സംടൈംസ് ദ റെയിൻ കംസ് ഫ്രം ബിഹൈൻഡ് ഹിസ് റൂം. ചില സമയത്ത് വീടിന്റെ പുറകിൽ നിന്നായിരിക്കും, അതായത് അലറി വരുന്ന ആ മഴയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആൻഡ് ഈവൻ ത്രൂ ദ വാൾസ് ഇറ്റ് എൻറ്റേഴ്സ് ദ റൂം ആൻഡ് ഫ്ലഡ് ദ പ്ലേസ്. ആ മഴ എതിലൂടെയൊക്കെ വരാമോ അതിലൂടെയൊക്കെ വന്ന് ആ റൂം മുഴുവൻ നനച്ചു കളയും. ആൻഡ് ദ പോയറ്റ്സ് വാല്യുബിൾ തിങ്സ് ലൈക്ക് നോട്ട്സ് ഓൺ ഫ്രീഡം, മെമ്മറീസ് ഓഫ് ഹിസ് പ്രിസൺ ഡേയ്സ്, ലെറ്റേഴ്സ് ഫ്രം കോളേജ് ഫ്രണ്ട്സ്, ക്രംസ് ഓഫ് ബ്രെഡ് ആൻഡ് മാഗി നൂഡിൽസ് ഓൾ ഫ്ലോട്ട് ഇൻ ദ റെയിൻ. അദ്ദേഹത്തിന് ഈ മഴക്കാലം എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമാണ്. കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ പ്രിസൺ ഡേയ്സിൽ ജയിലിൽ കിടന്ന സമയത്തുള്ള ഓർമ്മക്കുറിപ്പുകളും അതേപോലെ കോളേജ് ഫ്രണ്ട്സ് അദ്ദേഹത്തിന് കൊടുത്ത ഡയറികളും അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ, ഇതൊക്കെ എല്ലാം നശിപ്പിച്ച് കളയുന്ന മഴയാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ ബാക്കിയുള്ളത്, അതായത് പിന്നീട് കഴിക്കാൻ വേണ്ടി വെച്ച ബ്രെഡിന്റെ കഷ്ണങ്ങൾ, അതേപോലെ മാഗി നൂഡിൽസ്, അതൊക്കെ ഈ മഴയിൽ നനഞ്ഞു കുതിർന്നു പോകുന്ന അവസ്ഥ. അത്രത്തോളം ഭയാനകമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഴ. ആൻഡ് ദ പോം ഈസ് ഇൻ ഫാക്ട് എ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ്. ഈ കവിതയിൽ നമുക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള റെസിസ്റ്റൻസ്, ആ ഒരു റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടയുകയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാം. ആൻഡ് ടിബറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ബുദ്ധിസ്റ്റ് കൺട്രി ദാറ്റ് വാസ് ഇൻവേഡഡ് ബൈ കമ്മ്യൂണിസ്റ്റ് ചൈന ഇൻ 1949. വളരെ സമാധാനപരവും ഒരു ശാന്ത രൂപത്തിലുള്ള ബുദ്ധിസ്റ്റ് പ്ലേസ് ആയിരുന്നു, ബുദ്ധ കേന്ദ്രമായിരുന്നു ടിബറ്റ്. 1949 കമ്മ്യൂണിസ്റ്റ് ചൈന ടിബറ്റ് ആക്രമിച്ച് കീഴടക്കുന്നത് വരെ വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു. ആൻഡ് ഫ്രം ദെൻ ദേ ഹാഡ് നോ ഫ്രീഡം ഓഫ് സ്പീച്ച്, റിലിജിയൻ ഓർ വേർഡ്സ്. ഈ ചൈന ടിബറ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടുകൂടി അവർക്ക് സംസാര സ്വാതന്ത്ര്യം ഇല്ലാതായി. അതേപോലെ തന്നെ മതത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പോലും ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ആൻഡ് ടിബറ്റ്സ് സ്പിരിച്വൽ ലീഡർ ദലൈ ലാമ ഫ്ലഡ് ടു ഇന്ത്യ ഇൻ 1959. അങ്ങനെ സംസാര സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടി 1959 ടിബറ്റിലെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. കാരണം
ടിബറ്റിന് സംസാര സ്വാതന്ത്ര്യമില്ല, അതേപോലെ തന്നെ മതത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല, അങ്ങനെയുള്ള കർക്കശമായ നിയമങ്ങൾ വന്നതോടുകൂടി അദ്ദേഹം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ആൻഡ് ഹി നൗ ലിവ്സ് ഇൻ ധർമ്മശാല. അദ്ദേഹം ഇന്ത്യയിലെ ധർമ്മശാലയിലാണ് എത്തുന്നത്. ആൻഡ് ദർ ആർ മോർ ദാൻ 1 lakh ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ. ആ ധർമ്മശാലയിൽ ഏകദേശം 1 ലക്ഷത്തോളം ടിബറ്റൻ അഭയാർത്ഥികളുണ്ട്. ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് were given to them to live in India as political exiles. അവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അതായത് ഈ ഇന്ത്യയിലെ അഭയാർത്ഥികളായി എത്തി അവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. പൊളിറ്റിക്കൽ എക്സൈൽസ്, രാഷ്ട്രീയമായിട്ടുള്ള പലായനം ചെയ്തവർ എന്ന ഒരു ലേബലിലാണ് അവർക്ക് ഇവിടെ അഭയം കൊടുക്കുന്നത്. ആൻഡ് ഇൻ 2002 the then Chinese President Mr. Zhou Rongji visited India for talks with the Indian Prime Minister Mr. A.B. Vajpayee. 2002 നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ A.B. വാജ്പേയിയെ കാണാൻ ആ സമയത്തെ ചൈനീസ് പ്രസിഡന്റ് സൂ റോങ്കി ഇവിടെ എത്തുന്നു, ഇന്ത്യയിലെത്തുന്നു. ആൻഡ് റോങ്കി സ്റ്റേഡ് ഇൻ ഒബറോയ് ടവേഴ്സ് ആൻഡ് ദ ഫോർട്ട് വിസിറ്റഡ് ഹിം ദെയർ ആൻഡ് അൺഫോൾഡ് എ ടിബറ്റൻ ഫ്ലാഗ് ടു പ്രൊട്ടസ്റ്റ് ചൈനാസ് ഓക്കുപേഷൻ ഓഫ് ടിബറ്റ്. അദ്ദേഹം ഇന്ത്യയിലെ ഒബറോയ് ടവേഴ്സിലാണ് അന്ന് താമസിച്ചത്. അങ്ങനെ താമസിച്ച സമയത്ത് അദ്ദേഹത്തെ കാണാൻ നമ്മളുടെ പോയിറ്റ് അവിടെ പോകുന്നു. അങ്ങനെ പോയിറ്റ് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ടിബറ്റൻ ഫ്ലാഗ് ആണ് കൊടുക്കുന്നത്, അതായത് ചൈനയുടെ ആ ടിബറ്റൻ ആക്രമണവും അതേപോലെ അവരുടെ ആ കൺട്രോളിലുള്ള ആ രാജ്യത്തെ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഒരു ടിബറ്റൻ ഫ്ലാഗ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ദ ടിബറ്റൻ റെഫ്യൂജീസ് ആർ അലൗഡ് ടു സ്റ്റേ ഇൻ ടിൻ റൂഫ്ഡ് ഷെഡ്സ്. അങ്ങനെ ഇന്ത്യയിലെ അഭയാർത്ഥികളായ അവർക്ക് ഒരു ടിൻ റൂഫ്ഡ് ഷെഡിലാണ് താമസിക്കാൻ അവസരം അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നത്. ടിൻ റൂഫാണ്. ആ ഷീറ്റിന്റെ മുകളിൽ വെള്ളം വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ശക്തമായ ഒച്ച അല്ലെങ്കിൽ കഠിനമായ കല്ലിടുന്ന രീതിയിൽ, കല്ലെടുത്തെറിയുന്ന രീതിയിലുള്ള ഒച്ചയാണ്. ആ ഒരു ഭയാനക ശബ്ദത്തോടൊപ്പം തന്നെ മഴയുടെ ഉള്ളിലേക്കുള്ള പ്രവാഹവും അതേപോലെ തന്നെ ഒരു ഫ്ലഡ് രീതിയിലേക്കാണ് അത് എത്തുന്നത്. അതായത് ചെറിയൊരു മഴ പെയ്താൽ തന്നെയും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ്, താൻ അനുഭവിച്ച ആ ഒരു ദുരിതപൂർണമായ അവസ്ഥയാണ് കവി ഇവിടെ വിവരിക്കുന്നത്. ആൻഡ് വി കൻ സീ പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്സ് ഇൻ ദ പോം. ഇനി ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നതാണ് പൊളിറ്റിക്കൽ എലമെന്റ്സ് ഇൻ ദ പോം അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്സ് ഇൻ ദ പോം. ടിബറ്റ് വാസ് എ കോളനി ഓഫ് ബ്രിട്ടൻ ഇൻ 1903 to 1904. 1903-4 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ടിബറ്റ്. ആൻഡ് ടിബറ്റൻസ് ആൻഡ് ഇമ്പോസ്ഡ് എ ട്രീറ്റി. ബ്രിട്ടീഷുകാർ ടിബറ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഒരു സന്ധി ഉണ്ടാക്കി. ആൻഡ് ദേ ഐസൊലേറ്റഡ് ടിബറ്റ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് സൂൺ വിഡ്രോൺ ഫ്രം ടിബറ്റ്സ് ക്യാപിറ്റൽ ലാസ. അവർ ടിബറ്റിനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുകയും ഈ ടിബറ്റിന്റെ ക്യാപിറ്റലായ ലാസയിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു. ആൻഡ് ദസ് ദ ചൈനീസ് എസ്റ്റാബ്ലിഷ്ഡ് ദർ അതോറിറ്റി ഇൻ ലാസ ആൻഡ് അനക്സ്ഡ് ഇറ്റ്. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ അവിടുന്ന് പിന്മാറിയതോടുകൂടി ചൈന ആ അവസരം മുതലാക്കുകയും അങ്ങനെ ലാസ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. ആൻഡ് ദലൈ ലാമ ഫ്ലഡ് ടു ഇന്ത്യ ആൻഡ് ലിവ്സ് ഇൻ ധർമ്മശാല. അതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞു 1949 ഈ ഒരു ചൈനീസ് ആക്രമണം നടക്കുന്നത്. 1959 അദ്ദേഹം ദലൈ ലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നു. ആൻഡ് അനദർ പോസ്റ്റ് കൊളോണിയൽ എലമെന്റ് ഈസ് ദി യൂസ് ഓഫ് കോളനൈസേഴ്സ് ലാംഗ്വേജ് ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. മറ്റൊരു കൊളോണിയൽ എലമെന്റ് ഈ ഒരു കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് ആണ്, അതായത് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലൂടെ അവിടുത്തെ ആളുകൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. മറ്റൊരു പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്. ആൻഡ് there are many imageries which depict the humbling and hapless experiences of the refugee life in ധർമ്മശാല. ധർമ്മശാലയിൽ ഈ അഭയാർത്ഥികൾ അനുഭവിച്ചെന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ആ ദുർഘടം പിടിച്ച ജീവിതത്തിന്റെ പല ഇമേജസ് അല്ലെങ്കിൽ ഇമേജറികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെയിൻ. നമുക്കൊക്കെ ഒരു ഇഷ്ടമുള്ള ഒരു മഴ എന്ന് പറയുന്നത്, മഴയും കട്ടൻ ചായയും മഴയും എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് നമ്മളുടെ മനസ്സിൽ. പക്ഷേ മഴ പലർക്കും ഭീകരമായിട്ടുള്ള ഒരു വില്ലൻ എന്ന് തന്നെ പറയാം. നമ്മുടെ പോറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ലൻ കഥാപാത്രമാണ് അല്ലെങ്കിൽ ക്രൂരനായ ഒരു കഥാപാത്രമാണ്. ആൻഡ് monsoon time lasting in the 3 months referred as 3 months of torture. ഇവിടെ കവി പറയുന്നു 3 months of monsoon, അതിനെ അദ്ദേഹം പറയുന്നത് 3 months of torture എന്നാണ്. 3 മാസത്തെ മൺസൂൺ കാലഘട്ടം. ആ കാലഘട്ടത്തെ അദ്ദേഹം പറയുന്നത് 3 മാസത്തെ പീഡനം എന്നാണ്. കാരണം ആ മഴയെ ക്രൂരമായിട്ടുള്ള കഥാപാത്രം, ഇത് ഈ ഒരു ഇമേജറി ചോദിക്കാവുന്നതാണ്. The poet is staying in a tin roofed shed and most of them are infested with mongoose, rats, lizards and spiders. നമ്മൾ നേരത്തെ പറഞ്ഞു കവി ഈ ഒരു ഇക്സൈൽ കാലത്ത് റെഫ്യൂജി ആയിട്ട് താമസിച്ചത് ടിൻ റൂഫ്ഡ് ഷെഡിലാണ്. വളരെ ഷീറ്റിട്ട, വളരെ ചെറിയ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം താമസിച്ചത്. ആ ഷെഡുകളിൽ തന്നെ പല ഷെഡുകളിലും
ഈച്ച, പല്ലി, എലി അങ്ങനെയുള്ള ജീവജാലങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഷെഡുകളായിരുന്നു. ആൻഡ് റെയിൻ ഡ്രോപ്സ് ആർ യൂസ്ഡ് ആസ് എ മെറ്റഫർ കമ്മിങ് വിത്ത് ബോക്സിംഗ് ഗ്ലൗസസ്. ഇനി മറ്റൊരു വില്ലനാണ്, ഈ ജീവജാലങ്ങളോടൊപ്പം തന്നെ മറ്റൊരു വില്ലനാണ് മഴ. മഴ ഏത് വശത്തൂടെയാണെന്ന് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുന്നിലൂടെ വരാം, ബാക്കിലൂടെ വരാം. അങ്ങനെ ചിലപ്പോൾ ചുമരിലൂടെ പോലും വന്ന് അദ്ദേഹത്തിന്റെ റൂം നനച്ചു കളയുന്ന വില്ലൻ കഥാപാത്രമാണ്. ബോക്സിംഗ് ഗ്ലൗസ് ഉപയോഗിച്ച് വരുന്ന ഒരു വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് മഴ. ആൻഡ് റെയിൻ ഡ്രോപ്സ് ആർ യൂസ്ഡ് ആസ് എ മെറ്റഫർ. ഒരു മെറ്റഫർ ആയിട്ടാണ് ഇതിൽ ചോദിക്കാം വാട്ട് ഈസ് ദ മെറ്റഫർ യൂസ്ഡ് ഇൻ ദ പോം, അല്ലെങ്കിൽ ചോദിക്കാം എക്സ്പ്ലെയിൻ റെയിൻ ഡ്രോപ്സ് ആസ് എ മെറ്റഫർ. Then the poet compares the condition of Tibet to that of Kashmir in India. അദ്ദേഹം ടിബറ്റിന്റെ അവസ്ഥയെ വിവരിക്കുന്നത് ഇന്ത്യയിലെ കാശ്മീരിന്റെ അവസ്ഥയെ പോലെയാണ്. കാശ്മീരിന് എപ്രകാരമാണോ, കാശ്മീർ ജനതയ്ക്ക് എപ്രകാരമാണോ അനുഭവപ്പെടുന്നത് അതേ അവസ്ഥയാണ് ടിബറ്റൻ ജനതയ്ക്ക് ടിബറ്റിനോടുള്ളത്. കാരണം ഒരു സ്വാതന്ത്ര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യം, സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സ്വന്തം സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് ഈ ടിബറ്റിനെ അദ്ദേഹം കാശ്മീരിനോടാണ് ഉപമിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ, സിഗ്നിഫിക്കൻസ്. ചോദ്യം ദ ഇമേജറി യൂസ് ഇൻ ദ പോം. പിന്നീട് റെയിൻ ആസ് എ മെറ്റഫർ, അതും ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ദ ലൈഫ് ഓഫ്, അല്ലെങ്കിൽ ദ പതറ്റിക് ലൈഫ് ഓഫ് ടിബറ്റൻ റെഫ്യൂജീസ്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.